മാല കളഞ്ഞുപോയ കാര്യം ഒരു കൗൺസിലർ സമൂഹമാധ്യമത്തിൽ കുറിച്ചിരുന്നു. പോലീസിൽ പരാതിയും നൽകി. ഇതിനിടെ നഗരത്തിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ താൽക്കാലിക ജീവനക്കാരൻ 3 പവന്റെ മാല പണയം വയ്ക്കാനെത്തി. നഗരസഭയിലെ മറ്റൊരു ഉദ്യോഗസ്ഥന്റെ ഭാര്യയും അവിടുത്തെ ജീവനക്കാരിയുമായ യുവതിക്ക് കളഞ്ഞുപോയ മാലയല്ലേ ഇതെന്ന് സംശയം. വിവരം ഭർത്താവിനെ അറിയിച്ചു. മാല നഷ്ടപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇത് തിരിച്ചറിഞ്ഞു. ഇതോടെയാണ് നഗരസഭയിലെ കള്ളൻ വെളിച്ചത്താകുന്നത്. നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷന്റെ മകന്റെ പിറന്നാൾ ആഘോഷം നടന്ന ഹാളിൽ നിന്ന് ലഭിച്ച മാലയാണെന്നായിരുന്നു താൽക്കാലിക ജീവനക്കാരന്റെ വിശദീകരണം. ഇയാൾ CPMന്റെ പ്രാദേശിക നേതാവായതുകൊണ്ട് ഭരണസമിതി മുന്നിട്ടിറങ്ങി കേസ് മുക്കി. പക്ഷേ വെറുതെ വിടാൻ പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറല്ല. കൗൺസിൽ യോഗത്തിൽ ഉൾപ്പെടെ വിഷയം ഉന്നയിച്ചു. ഈ മാല അന്വേഷിക്കുന്ന സമയത്തുമെല്ലാം ഈ ഉദ്യോഗസ്ഥന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു രേഖാമൂലവും ആരുടെങ്കിലും വിളിച്ചു കഴിഞ്ഞു ഈ മാല പോയാൾ നിന്നിട്ടില്ല, അല്ലാത്ത ആൾ നിന്നിട്ടില്ല. മൂന്ന് പവന്റെ മാല മോഷ്ടിച്ച ഒരു കേസിലെ പ്രതിക്ക് ഈ നാട്ടിലെ ഈ രാജ്യത്തൊരു നിയമമില്ല. ആ നിയമ സംവിധാനം അനുസരിച്ച് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ജയിലിൽ പോകേണ്ട പ്രതിയാണ്. എന്നാൽ CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയതുകൊണ്ട് മാത്രം പാർട്ടിക്കാരൻ ഒരു കുറ്റം ചെയ്താൽ അത് പാർട്ടിയാണ് ശിക്ഷ തീരുമാനിക്കുന്നത് എന്നുള്ള നയം ആലപ്പുഴ നഗരസഭയും സ്വീകരിച്ചിരിക്കുകയാണ്. മാല മോഷണം പോയതിൽ പോലീസിലോ നഗരസഭയിലോ ആരും പരാതി നൽകിയിട്ടില്ലെന്നാണ് നഗരസഭാ അധ്യക്ഷയുടെ വിശദീകരണം. ഇതിനെപ്പറ്റി കേട്ടറിവ് മാത്രമേ ഉള്ളത്രേ. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.